subject verb agreement. Yes. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് സബ്ജക്റ്റ് വെർബ് അഗ്രിമെൻറ്റ്. ബാങ്ക് എക്സാമിനേഷനിൽ മാത്രമല്ല, ഏത് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ PSC ആയാലും, നിങ്ങൾ കേരള PSCക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യണ ആൾക്കാരാണെങ്കിലും നമുക്ക് ഈ സബ്ജക്റ്റ് വെർബ് അഗ്രിമെൻ്റ് എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ്. സോ എന്താണ് സബ്ജക്റ്റ് വെർബ് അഗ്രിമെൻറ്റ്? നമ്മൾ കുറേ ആയി പറയണു. നമ്മൾ സിമ്പിളായി നമ്മൾ പറഞ്ഞാൽ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ അല്ലേ, ഇതാണ് നമ്മുടെ സബ്ജക്റ്റ്, ഇത് നമ്മുടെ വെർബാണ്. സോ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബും സിംഗുലർ. മനസ്സിലായോ? സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ നമ്മുടെ വെർബും പ്ലൂറൽ ആയിരിക്കും. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബും സിംഗുലർ ആയിരിക്കും. സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ വെർബും പ്ലൂറൽ ആയിരിക്കും. നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട, ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, സബ്ജക്റ്റും വെർബും തമ്മിലാണ് എഗ്രിമെൻറ്റ്. ഓക്കെ, നമ്മുടെ വെർബും പ്രോനൗണും തമ്മിലാണ് എഗ്രിമെൻറ്റ്. സബ്ജക്റ്റും വെർബും തമ്മിലാണ് എഗ്രിമെൻറ്റ്, വെർബും പ്രോനൗണും തമ്മിലാണ് എഗ്രിമെൻറ്റ്. ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ എഴുതാം. ഷീ സീസ് ഹെർ ടീച്ചർ. ഷീ സീസ് ഹെർ ടീച്ചർ. ഓക്കെ, ഇവിടെ ഷീ ആണ് സബ്ജക്റ്റ്, സീസ് ഇത് സബ്ജക്റ്റാണ്, ഇത് വെർബാണ്, ഇത് പ്രോനൗൺ ആണ്. ഷീ എന്നുള്ളത് സബ്ജക്റ്റാണ്, സീസ് എന്നുള്ളത് വെർബാണ്, ഈ പ്രൊനൗൺ ഹെർ എന്നുള്ളത് പ്രൊനൗൺ ആണ്. അപ്പോൾ ഈ വെർബ് ആരെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്? സബ്ജക്റ്റിനെയാണ്. വെർബ് സിംഗുലർ ആവണോ വെർബ് പ്ലൂറൽ ആവണോ, വെർബ് സിംഗുലർ ആവണോ അതോ പ്ലൂറൽ ആവണോ എന്ന് ആരെയാണ് ഡിപ്പെൻഡ് ചെയ്തേക്കണേ? നമ്മുടെ സബ്ജക്റ്റിനെയാണ് ഡിപ്പെൻഡ് ചെയ്തേക്കണേ. ഇവിടുത്തെ പ്രോനൗൺ സിംഗുലർ ആവണോ പ്ലൂറൽ ആവണോ എന്ന് ആരെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? അത് വെർബിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഒരു സെൻറ്റൻസ് നിങ്ങൾക്ക് സിമ്പിളായ ഒരു സെൻറ്റൻസ് ആണ്. ഷീ സീസ് ഹെർ ടീച്ചർ. ഷീ സീസ് ഹെർ ടീച്ചർ. അപ്പോൾ ഇത് കാണുമ്പം യെസ്, ഷീയുടെ എന്താ പറയുക, അവളുടെ ടീച്ചറിനെ കണ്ടു. ഷീയുടെ പ്രൊനൗൺ ആണ് നമ്മൾ യൂസ് ചെയ്തത്. നമുക്ക് സിമ്പിളായ സെൻറ്റൻസ് ആയതുകൊണ്ടാണ് ഞാനിവിടെ പറഞ്ഞതിൻ്റെ സെൻസ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നത്. ജനറലി നമ്മൾ പറയുമ്പോൾ നമ്മുടെ സബ്ജക്റ്റ് വെർബ് അഗ്രിമെൻറ്റിൽ നമ്മൾ കുറേ റൂൾസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. സോ ചില സമയത്ത് നമ്മുടെ നൗണ് പ്ലൂറൽ ആയിരിക്കും, പക്ഷെ ചില സമയത്ത് നമ്മൾ അവിടെ യൂസ് ചെയ്യുന്ന നൗണ് ചിലപ്പോൾ സിംഗുലർ ആയിരിക്കാം, നമ്മുടെ വെർബ് പ്ലൂറൽ ആയിട്ട് വരും. വെർബ് അപ്പോൾ പ്ലൂറലായി വന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രൊനൗൺ എന്താവും? അത് പ്ലൂറലാവും. ചില സമയത്ത് നൗണ് സിംഗുലർ ആയിരിക്കാം, നൗണ് നമുക്ക് സിംഗുലർ ആയിട്ട് വരും. നൗണ് സിംഗുലർ ആയിട്ട് വന്നു കഴിഞ്ഞാലും ആ വെർബ് പ്ലൂറൽ ആയിരിക്കും. വെർബ് പ്ലൂറൽ ആയതുകൊണ്ട് എന്തായിരിക്കും? നമ്മുടെ പ്രൊനൗണ് പ്ലൂറലാവും. നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം അതാണ്. വെർബ് എപ്പോഴും ഡിപ്പെൻഡ് ചെയ്യുന്നത് സബ്ജക്റ്റിനെയാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു സബ്ജക്റ്റ്, ആ ഒരു സബ്ജക്റ്റിനെ നമ്മൾ സിംഗുലർ ആയിട്ടാണ് കൺസിഡർ ചെയ്യണതെങ്കിൽ, ആ ഹോൾ സബ്ജക്റ്റിനെ നമ്മൾ സിംഗുലർ ആയിട്ടാണ് കൺസിഡർ ചെയ്യണതെങ്കിൽ യെസ്, നമ്മുടെ വെർബ് എന്തായിരിക്കും? നമ്മുടെ വെർബ് സിംഗുലർ ആയിരിക്കും. സോ വെൻ വെർബ് സിംഗുലർ ആയി കഴിഞ്ഞാൽ നമ്മുടെ പ്രൊനൗണ് സിംഗുലർ ആവും. ആ ഹോൾ സബ്ജക്റ്റിനെ ഞാൻ പ്ലൂറൽ ആയിട്ടാണ് ഞാൻ കൺസിഡർ ചെയ്യണതെങ്കിൽ, ആ ഹോൾ സബ്ജക്റ്റിനെ ഞാൻ കൺസിഡർ ചെയ്യണതെങ്കിൽ എൻ്റെ വെർബ് എന്തായിരിക്കും? എൻ്റെ വെർബ് പ്ലൂറൽ ആണെങ്കിൽ എൻ്റെ വെർബ് പ്ലൂറൽ ആയിരിക്കും. വെർബ് പ്ലൂറൽ ആയി കഴിഞ്ഞാൽ എന്താവും? അത് കഴിഞ്ഞ് വരുന്ന പ്രൊനൗൺ ഹെർ, ദയർ, ഇറ്റ്സ്, പിന്നെ ഹിസ്, ഇങ്ങനെയുള്ള പ്രൊനൗൺസ് എന്താവും? അതും പ്ലൂറൽ ആയിരിക്കും. മനസ്സിലായല്ലോ? യെസ്. അപ്പോൾ ഇതാണ് നമ്മുടെ സബ്ജക്റ്റ് വെർബ് അഗ്രിമെൻറ്റിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ബേസിക് ആയ കാര്യം. സിമ്പിളായ സെൻറ്റൻസസ് ചോദിക്കുമ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈസി ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. കാരണം നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും നമ്മുടെ സബ്ജക്റ്റ് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്നുള്ളത്. അപ്പോൾ അത് വെച്ച് നമുക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാം. പക്ഷേ നമുക്ക് ചില ഫ്രേസസ് അല്ലെങ്കിൽ ചില പ്രത്യേക രീതിയിലുള്ള യൂസേജസ് ഉണ്ടാവും അല്ലേ? ചില പ്രത്യേക രീതിയിലുള്ള യൂസേജസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ഉണ്ടാവും. സോ അത് വന്നു കഴിഞ്ഞാൽ അല്ലേ, അങ്ങനത്തെ യൂസേജസ് അല്ലെങ്കിൽ അങ്ങനത്തെ ഫ്രേസസ്, ഇപ്പം ദ നമ്പർ ഓഫ്, അല്ലെങ്കിൽ എ നമ്പർ ഓഫ്, മെനി എ ഗ്രേറ്റ്, അല്ലെങ്കിൽ എന്താ പറയുക വൺ എമൗങ് ദി എന്നൊക്കെയുള്ള രീതിയിലുള്ള കുറേ ഫ്രേസസ് നമ്മൾ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ യൂസ് ചെയ്യും. ചില സമയത്ത് നമ്മൾ കൺജക്ഷൻസ് യൂസ് ചെയ്യും, ചില സമയത്ത് നമ്മൾ കൺജക്ഷൻസ് യൂസ് ചെയ്യും, ചില സമയത്ത് നമ്മൾ പ്രിപ്പോസിഷൻസ് യൂസ് ചെയ്യും. ചില സിറ്റുവേഷൻസിൽ നമ്മൾ ഐദർ ഓർ കേസ് അല്ലെങ്കിൽ നെയ്തർ നോർ അല്ലെങ്കിൽ എനി ഇങ്ങനത്തെ രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ. അപ്പം ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ, ഇങ്ങനെയൊക്കെ വരുമ്പം നമ്മുടെ ആ സബ്ജക്റ്റ് സിംഗുലർ ആണോ അല്ലെങ്കിൽ നമ്മുടെ ആ സബ്ജക്റ്റ് പ്ലൂറൽ ആണോ? അപ്പോൾ ഇത് വരുമ്പോൾ ഇപ്പോൾ ഒരു സേ ഫോർ എക്സാമ്പിൾ
either of the two. Either of the two sisters. Either of the two sisters has to attend the party. Either of the two sisters has to attend the party. Okay, yes. അപ്പോൾ ഇതാണ് attend her teacher's party. Attend her teacher's party. ഓക്കെ, ഇതൊരു എക്സാമ്പിളാണ്. ഈ എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞ് നമുക്ക് റൂൾസ് നോക്കാം. റൂൾസ് നോക്കുമ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോരോ എക്സാമ്പിളും കാര്യങ്ങളും നോക്കാം. ഇപ്പോൾ നമ്മുടെ ഈ ഒരു സബ്ജക്റ്റ് വെർബ് അഗ്രിമെൻറ്റിൽ നമുക്ക് 19 കേസ് ഉണ്ട്. ആ 19 കേസിലുള്ള ഒരു കേസാണ് ഐദർ, നെയ്തർ, എനി അങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള ഒരു കേസ്. സോ ഇവിടെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് either of the two sisters. Either of the two sisters. നമ്മൾ പറയുമ്പോൾ സിസ്റ്റർ നൗണാണ്. സിസ്റ്റർ നൗണാണ്. ഇവിടെ നമുക്ക് ഹാസ് ഉണ്ട്. ഹാസ് ടു അറ്റൻഡ് എന്നാണ് തന്നിട്ടുള്ളത്. സോ നമുക്ക് ഹാസിനെയാണ് നമ്മളിവിടെ തൽക്കാലം വെർബായിട്ട് കൺസിഡർ ചെയ്യുന്നത്. കാര്യം അറ്റൻഡ് ആണ് നമ്മുടെ മെയിൻ വെർബ്. നമ്മുടെ മെയിൻ വെർബെങ്കിലും ടുവിന് ശേഷം നമുക്കറിയാം ടു എന്ന് പറയുന്ന ടു എന്ന് പറയുന്ന ആ ഒരു വേർഡ് വന്നു കഴിഞ്ഞാൽ അതിന് ശേഷം എപ്പോഴും എന്താണ് യൂസ് ചെയ്യേണ്ടത്? വെർബിൻ്റെ ഫസ്റ്റ് ഫോമാണ്. ഐ ഹാവ് ടു ഗോ, ഷീ ഹാസ് ടു കം എന്നൊക്കെ ഉള്ള രീതിയിൽ നമ്മൾ ടുവിന് ശേഷം നമ്മൾ വെർബിൻ്റെ ഫസ്റ്റ് ഫോമാണ് നമ്മൾ യൂസ് ചെയ്യണത്. യെസ്, വെർബിൻ്റെ ഫസ്റ്റ് ഫോം. അത് നമ്മൾ ഡിസ്കസ് ചെയ്യും. നമ്മുടെ സ്പെഷ്യൽ കാറ്റഗറി ഓഫ് വെർബ് ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്കത് പറയാം. അപ്പോൾ ഇവിടെ ഞാനിപ്പം ഹാസ് ആണോ ഹാവ് ആണോ വരണ്ടേന്നാണ് ഞാൻ തീരുമാനിക്കേണ്ടത്. ഇവിടെ സിസ്റ്റേഴ്സ് ഉണ്ട്. ഇവിടെ സിസ്റ്റേഴ്സ് ആണോ വരണ്ടേ? സിസ്റ്റർ ഓർ സിസ്റ്റേഴ്സ്. ഇവിടെ എന്താണ്? ഹാസ് ഓർ ഹാവ്. ഇവിടെ എനിക്കൊരു പ്രൊനൗൺ ഉണ്ട്. ഇവിടെ ഹെർ ആണോ അതോ ദെയർ ആണോ? മനസ്സിലായില്ലേ? അപ്പം നമ്മുടെ സബ്ജക്റ്റ് ഇപ്പം ഞാൻ നേരത്തെ ഒരു സിമ്പിളായ സെൻറ്റൻസ് എഴുതി. എന്തായിരുന്നു ഞാൻ എഴുതിയത്? ഷീ സീസ് ഹെർ ടീച്ചർ അല്ലേ? ഷീ സീസ് ഹെർ ടീച്ചർ. അപ്പോൾ ആ ഒരു സിമ്പിളായ സെൻറ്റൻസ് വായിക്കുമ്പം നമുക്ക് ഓക്കെ ഇതിൽ എന്താണ് പാട് എന്ന് നമ്മൾ വിചാരിക്കും. സിമ്പിളാണ്, നമുക്കത് ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഷീ ഓക്കെ സബ്ജക്റ്റ് സിംഗുലർ ആണ്. സോ നമ്മുടെ വെർബ് എന്തായിരിക്കണം? സിംഗുലർ ആയിരിക്കണം. നമ്മുടെ വെർബ് സിംഗുലർ ആയിരിക്കണം. വെർബ് സിംഗുലർ ആണ്, സബ്ജക്റ്റും സിംഗുലർ ആണ്. അപ്പോൾ അതിൻ്റെ പ്രൊനൗൺ ആയ ഹെർ നമ്മൾ യൂസ് ചെയ്തു, കുഴപ്പമില്ല. പക്ഷേ ഇവിടെ നമ്മൾ വരുമ്പം either of the നമുക്കിവിടെ ഒരു ഫ്രേസ് ഉണ്ട് അല്ലേ? ഇവിടെ നമുക്ക് എന്തുണ്ട്? either of the ഇവിടെ ഒരു ഫ്രേസ് ഉണ്ട്. യെസ്, ഈ either of the എന്നുള്ള ഈ ഒരു ഫ്രേസിന് ശേഷം സിസ്റ്റേഴ്സ് എന്ന് വേണോ സിസ്റ്റർ എന്ന് വേണോ? അതാണ് നമ്മുടെ നൗണ് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ? ഒന്നാമത്തെ കാര്യം. ഓക്കെ, നൗണ് സിംഗുലറോ പ്ലൂറലോ ആയി, അത് നമ്മൾ തീരുമാനിച്ചു. നെക്സ്റ്റ് ആണ് നമ്മുടെ വെർബ് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ? അതാണ് രണ്ടാമത്തെ കാര്യം. ഇനി വെർബ് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ തീരുമാനിച്ചു. അതിനനുസരിച്ചായിരിക്കും നമ്മുടെ പ്രൊനൗൺ വരുന്നത്. അത് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ? മനസ്സിലായല്ലോ? അപ്പം ഞാനിവിടെ എഴുതിയേക്കണത് ശരിയാണ്. either of the ശേഷം ടൂന് ശേഷം സിസ്റ്റേഴ്സ് എന്ന നൗണ് പ്ലൂറൽ ആയിട്ടാണ് വരേണ്ടത്. നമ്മുടെ നൗണ് പ്ലൂറൽ ആണ്, പക്ഷേ either ആണ് നമ്മുടെ സബ്ജക്റ്റ്. either of the two sisters എന്നുള്ളതാണ് നമ്മുടെ സബ്ജക്റ്റ്. അത് മൊത്തത്തിലാണ് നമ്മുടെ സബ്ജക്റ്റ്. രണ്ട് സിസ്റ്റേഴ്സിൽ ആരെങ്കിലും ഒരാളെന്നാണ് either of the two sisters-ന്റെ മീനിങ്. അപ്പോൾ സബ്ജക്റ്റ് സിംഗുലർ ആണോ പ്ലൂറൽ ആണ്? സബ്ജക്റ്റ് സിംഗുലർ ആണ് അല്ലേ? either of the two sisters നമ്മൾ പറയുമ്പോൾ രണ്ടുപേരിൽ ആരെങ്കിലും ഒരാളെന്ന് പറയുമ്പോൾ ഒരാളാണ്. അപ്പം കാര്യം നമ്മുടെ നൗണ് പ്ലൂറൽ ആണ്, പക്ഷെ നമ്മുടെ സബ്ജക്റ്റ് സിംഗുലർ ആണ്. നൗണ് പ്ലൂറൽ ആണ്, നമ്മുടെ സബ്ജക്റ്റ് പക്ഷേ സിംഗുലർ ആണ്. സബ്ജക്റ്റ് സിംഗുലർ ആകുമ്പോൾ എന്തായിരിക്കണം? വെർബ് സിംഗുലർ ആയിരിക്കണം, ഹാസ് ആവണം. അപ്പോൾ വെർബ് സിംഗുലർ ആയി കഴിഞ്ഞാൽ നമ്മുടെ പ്രൊനൗൺ എന്തായിരിക്കണം? ഓഫ് കോഴ്സ് എന്തായിരിക്കണം? സിംഗുലർ ആയിരിക്കണം. സോ ഇവിടെ ദെയർ അല്ല വരണ്ടേ, ഇവിടെ ഹെർ ആണ് വരണ്ടേ. സോ ഈ കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻറ്റിൽ ഈ 19 റൂൾസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത്. സോ നമുക്ക് കാണുന്ന സമയത്ത് ഇപ്പോൾ കുറേ ആൾക്കാർ എന്താണ് വിചാരിക്കുക? ഓക്കെ, either of the two sisters. 2 കഴിഞ്ഞ് 2 എന്ന് പറയുമ്പോൾ മോർ ദാൻ 1 ആണ്. സോ നൗൺ അവർ പ്ലൂറലായിട്ട് എടുത്തു, അത് കറക്റ്റ് ആണ്. സിസ്റ്റേഴ്സ് പ്ലൂറൽ ആണ്, സോ അതുകൊണ്ട് ഇവിടെ എന്ത് വിചാരിക്കും? ഹാവ് ആണ് വരണ്ടേന്ന് വിചാരിക്കും. സിസ്റ്റേഴ്സ് പ്ലൂറൽ ആണ്, സോ ഇവിടെ ഹാവ് വരും. എഗെയിൻ സിസ്റ്റേഴ്സ് പ്ലൂറൽ ആണ്, സോ ഇവിടെ എന്താണ് വരണ്ടേ? ദെയർ ആണ് വരണ്ടേന്ന് വിചാരിക്കും.
മനസ്സിലായല്ലോ? പക്ഷെ അങ്ങനെയല്ല, നമ്മൾ ഫോളോ ചെയ്യുന്ന ഓർഡർ എന്താണെന്ന് മനസ്സിലായല്ലോ. സോ ഈ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സബ്ജക്റ്റ് വെർബ് അഗ്രിമെൻ്റ് എന്നുള്ള ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണേ. മനസ്സിലായല്ലോ? ഓക്കെ, അപ്പോൾ നമുക്കതിൽ റൂൾ നമ്പർ 1 നോക്കാം. നമ്മുടെ ഫസ്റ്റ് റൂള് നോക്കിക്കോളൂ. സബ്ജക്റ്റ് 1 പ്ലസ് ആൻഡ് പ്ലസ് സബ്ജക്റ്റ് 2 അല്ലേ? സബ്ജക്റ്റ് 1 പ്ലസ് ആൻഡ് പ്ലസ് സബ്ജക്റ്റ് 2 ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ വെർബ് എന്തായിരിക്കും? വെർബ് പ്ലൂറലായിരിക്കും. വെർബ് നോക്കി, സബ്ജക്റ്റ് 1 പ്ലസ് ആൻഡ് പ്ലസ് സബ്ജക്റ്റ് 2 ആണെങ്കിൽ നമ്മുടെ സബ്ജക്റ്റ് പ്ലൂറലായിരിക്കും. സബ്ജക്റ്റ് പ്ലൂറൽ ആയതുകൊണ്ട് തന്നെ വെർബ് എന്തായിരിക്കും? വെർബും നമുക്ക് പ്ലൂറലായിരിക്കും. വെർബ് പ്ലൂറൽ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രൊനൗൺ എന്തായിരിക്കും? അതും പ്ലൂറലായിരിക്കും. മനസ്സിലായോ? സബ്ജക്റ്റ് 1 ആൻഡ് എന്നുള്ളത് ഒരു കൺജങ്ഷൻ ആണ്. ആൻഡ്, ബട്ട്, ഓർ, ഹവർ, ഓൾദോ ഇതെല്ലാം കൺജങ്ഷൻസ് ആണ്. വേറൊരു പാർട്ട് ഓഫ് സ്പീച്ച് ആണ്. നമ്മളത് ഡിസ്കസ് ചെയ്യും ഡീറ്റെയിൽഡ് ആയിട്ട് അത് വരുമ്പോൾ. അപ്പോൾ ആൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻഡ് എന്നുള്ള ഈ ഒരു കൺജങ്ഷൻ നമ്മൾ എവിടെയാണ് യൂസ് ചെയ്യുന്നത്? രണ്ടും, അല്ലെങ്കിൽ നമ്മളിപ്പം ഒരു എക്സാമ്പിൾ പറയുമ്പോൾ ടീന ആൻഡ് മീന ആർ മൈ ഗുഡ് ഫ്രണ്ട്സ്. ടീനയും മീനയും രണ്ടുപേരും എൻ്റെ നല്ല ഫ്രണ്ട്സാണ്. രണ്ടുപേരും എൻ്റെ നല്ല ഫ്രണ്ട്സാണ്. സോ അങ്ങനെ അപ്പോൾ രണ്ടും ഉണ്ട്, അല്ലെങ്കിൽ അതും ഉണ്ട് ഇതും ഉണ്ട് എന്നൊക്കെ പറയുന്ന സിറ്റുവേഷൻസിലാണ് നമ്മൾ ആൻഡ് യൂസ് ചെയ്യണം. കൺജങ്ഷൻസ് വരുമ്പോൾ നമുക്കത് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. അപ്പോൾ സബ്ജക്റ്റ് 1 ഉണ്ട്, സബ്ജക്റ്റ് 2 ഉണ്ട്. രണ്ടിനെയും കണക്ട് ചെയ്യുന്ന കണക്ടർ ആൻഡ് ആണെങ്കിൽ നമ്മുടെ സബ്ജക്റ്റ് എന്താണ്? പ്ലൂറലാണ്. ടോട്ടൽ, ഈ ടോട്ടലിനെയാണ് നമ്മൾ അവിടെ സബ്ജക്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഈ ടോട്ടലിനെയാണ് നമ്മൾ അവിടെ സബ്ജക്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. സോ സബ്ജക്റ്റ് എന്താണ്? സബ്ജക്റ്റ് പ്ലൂറലാണ്. സോ സബ്ജക്റ്റ് പ്ലൂറൽ ആയതുകൊണ്ട് തന്നെ വെർബ് പ്ലൂറൽ ആയിരിക്കും. വെർബ് പ്ലൂറൽ ആയതുകൊണ്ട് തന്നെ പ്രൊനൗണും പ്ലൂറലായിരിക്കും. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ടീന ആൻഡ് മീന ഹാവ് gone to their teachers function. Teachers function. മനസ്സിലായോ? ടീന ആൻഡ് മീന ഹാവ് ഗോൺ ടു ദയർ ടീച്ചേഴ്സ് ഫങ്ഷൻ. ടീന ആൻഡ് മീന എന്താണ്? അതാണ് നമ്മുടെ സബ്ജക്റ്റ് അല്ലേ? ടീനയും മീനയും ആണ് നമ്മുടെ സബ്ജക്റ്റ്. സബ്ജക്റ്റ് എന്താണ്? 2 പേരുണ്ട് നമുക്കറിയാം. മോർ ദാൻ 1 വന്നു കഴിഞ്ഞാൽ പിന്നെ അവൻ പ്ലൂറലായി. സോ നമ്മുടെ സബ്ജക്റ്റ് പ്ലൂറലാണ്. സബ്ജക്റ്റ് വെർബ് അഗ്രിമെൻറ്റിന് പ്രകാരം സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ ഹാവ് ഗോൺ ഇവിടെ എന്താണ് വരണ്ടേ? അതും പ്ലൂറലാണ്. സോ വെർബ് പ്ലൂറലാണ്. സോ അതുകൊണ്ട് നമ്മുടെ പ്രൊനൗണും എന്തായിരിക്കണം? പ്രൊനൗണും നമുക്ക് പ്ലൂറലായിരിക്കണം. മനസ്സിലായല്ലോ? യെസ്. ഞാൻ വേറൊരു എക്സാമ്പിൾ എഴുതാം. ബ്രെഡ് ആൻഡ് butter is my favorite breakfast. My favorite breakfast. Yes. കുറേ പേര് വിചാരിക്കും സബ്ജക്റ്റ് 1 സബ്ജക്റ്റ് 2 ഉണ്ട്, ആൻഡ് ആണ്. നമ്മൾ ആ 2 വേർഡ്സിനെയും ആ 2 സബ്ജക്ട്സിനെയും ജോയിൻ ചെയ്തേക്കുന്ന വേർഡ് ആൻഡ് ആണ്. സോ ഇവിടെ എങ്ങനെ ഇസ് വന്നു അല്ലേ? ഇവിടെ 6 ആണ് വരണ്ടതെന്ന് നമ്മളെല്ലാവരും വിചാരിക്കും. യെസ്, ഇവിടെ 6 വരും. ഇപ്പം ഞാൻ വേറൊരു എക്സാമ്പിൾ എഴുതാം. ബ്രെഡ് ആൻഡ് ബട്ടർ ആർ അവൈലബിൾ ഹിയർ. ഇവിടെ ബ്രെഡും ബട്ടറും അവൈലബിൾ ആണ്. ബ്രെഡ് ആൻഡ് ബട്ടർ ആർ അവൈലബിൾ
are available in this shop. Are available in this shop. Yes. ഇതെന്താണ്? മുകളിൽ നമ്മൾ ബ്രെഡ് ആൻഡ് ബട്ടർ, അതിൻ്റെ കൂടെ ഇസ്സാണ്. താഴത്തെ ബ്രെഡ് ആൻഡ് ബട്ടർ, അതിൻ്റെ കൂടെ ആറാണ് അല്ലേ? നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത റൂൾ അനുസരിച്ച് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. ബ്രെഡ് ആൻഡ് ബട്ടർ ആർ ഇൻ മൈ ഷോപ്പ്, ആർ അവൈലബിൾ ഇൻ ദി ഷോപ്പ്. ഈ ഷോപ്പിൽ ബ്രെഡും ബട്ടറും ഉണ്ട്. മുകളിൽ എന്താണ്? ബ്രെഡും ബട്ടറും എൻ്റെ ഫേവറേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അപ്പോൾ ഇവിടെ ആൻഡ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ആ ഒരു രണ്ട് സബ്ജക്റ്റിനെയും, ആ രണ്ട് സബ്ജക്റ്റ് വിത്ത് ആൻഡിനെ രണ്ട് സെപ്പറേറ്റ് എൻറ്റിറ്റീസ് ആയിട്ടാണോ നമ്മൾ കൺസിഡർ ചെയ്യണേ, അതോ ഒരു സിംഗിൾ യൂണിറ്റ് ആയിട്ടാണോ കൺസിഡർ ചെയ്യുന്നത്? നിങ്ങളുടെ ആദ്യത്തെ ഈ ഒരു എക്സാമ്പിൾ നോക്കിക്കോളൂ. ടീനെയും മീനെയും രണ്ടുപേരും രണ്ടാൾക്കാരാണ്. ടീനെയും മീനെയും രണ്ടുപേരും രണ്ടാൾക്കാരാണ് അല്ലേ? അവർ രണ്ടുപേരും രണ്ടാൾക്കാരാണ്, രണ്ട് സെപ്പറേറ്റ് എൻറ്റിറ്റീസ് ആണ്. മൂന്നാമത്തെ എക്സാമ്പിൾ നോക്കിക്കോളൂ. ബ്രെഡും ബട്ടറും ഈ ഷോപ്പിലുണ്ട്. അപ്പോൾ ഈ ഷോപ്പിൽ ഞങ്ങൾ ബ്രെഡും വിൽക്കുന്നുണ്ട്, ഞങ്ങൾ ബട്ടറും വിൽക്കുന്നുണ്ട്. ഇവിടെ എന്താണ്? രണ്ടും സെപ്പറേറ്റ് ആയ എൻറ്റിറ്റീസ് ആണ്. പക്ഷേ ഈ രണ്ടാമത്തെ എക്സാമ്പിളിൽ ബ്രെഡ് ആൻഡ് ബട്ടർ ഈസ് മൈ ഫേവറേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ ബ്രെഡിൽ ബട്ടർ നമ്മൾ അപ്ലൈ ചെയ്തിട്ട് ഒരു സിംഗിൾ യൂണിറ്റ് ആയിട്ടാണ് നമ്മളത്. ഇപ്പം ഞാൻ പറയുവാണ്, ഇപ്പം എന്താ പറയുക, ഇപ്പം നൂഡിൽസ് ആൻഡ് സോസ്. നൂഡിൽസ് ആൻഡ് സോസ് ഈസ് മൈ ഫേവറേറ്റ് ബ്രേക്ക്ഫാസ്റ്റ്. നൂഡിൽസും സോസുമാണ് എൻ്റെ ഫേവറേറ്റ് ആയ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് ഞാൻ പറയുമ്പം നൂഡിൽസും സോസും നമ്മൾ ഒന്നിച്ചാണ് കഴിക്കണം. നമ്മൾ ആ കഴിക്കുന്ന സമയത്ത് രണ്ട് സാധനവും നമ്മൾ ഒന്നിച്ചാണ് നമ്മൾ കഴിക്കണേ. അതല്ലാതെ അത് ആ സിറ്റുവേഷനിൽ സെപ്പറേറ്റ് ആയ എൻറ്റിറ്റീസ് അല്ല. സോ അങ്ങനെ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ സിംഗിൾ യൂണിറ്റ് ആയിട്ടാണ് നമ്മൾ ആ ഒരു സിറ്റുവേഷനിൽ കൺസിഡർ ചെയ്യണതെങ്കിൽ, അവിടെ ആൻഡ് ഉണ്ടെങ്കിലും നമ്മൾ അതിനെ സിംഗുലർ ആയിട്ടാണ് കൺസിഡർ. ഇപ്പോൾ നമ്മൾ ബ്രെഡിൻ്റെയും ബട്ടറിൻ്റെയും കാര്യം പറഞ്ഞ പോലെ ബ്രെഡും ബട്ടറും നമ്മൾ കഴിക്കണത് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മളത് കഴിക്കുവാണ്. സോ കഴിക്കുമ്പോൾ നമ്മൾ ബ്രെഡ്, വാട്ട് ഈസ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ് ടുഡേ ഫോർ ബ്രേക്ക്ഫാസ്റ്റ് ഇറ്റ് ഈസ് ബ്രെഡ് ആൻഡ് ബട്ടർ. ടുഡേ ഫോർ ബ്രേക്ക്ഫാസ്റ്റ് ഇറ്റ് ഈസ് ബ്രെഡ് ആൻഡ് ബട്ടർ. ഇന്ന് രാവിലെ കഴിക്കാൻ ബ്രെഡും ബട്ടറുമാണ്. അത് രണ്ടും നമ്മൾ എന്താണ്? ഒന്നിച്ചാണ് കഴിക്കണത്. സോ അത് സിംഗിൾ യൂണിറ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് എക്സാമിനേഷനിൽ അവർ സെൻറ്റൻസ് തരുമ്പോൾ നിങ്ങൾ ആ സെൻറ്റൻസിൽ ആൻഡ് ഉണ്ട്, രണ്ട് സബ്ജക്റ്റ് ഉണ്ട്. സോ കണ്ണു അടച്ച് അത് സബ്ജക്റ്റ് പ്ലൂറലാണ്, സോ വെർബ് പ്ലൂറലാണ്. അതുകൊണ്ട് പ്രൊനൗൺ പ്ലൂറലാണെന്ന് വിചാരിക്കരുത്. നമ്മൾ ആലോചിക്കണം, ഓക്കെ ഇത് സിംഗിൾ യൂണിറ്റ് ആണോ അല്ലെങ്കിൽ ഇത് സെപ്പറേറ്റ് ആയ എൻറ്റിറ്റീസ് ആണോ, സിംഗിൾ ആയിട്ടാണോ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ രണ്ടും രണ്ടായിട്ടാണോ കൺസിഡർ. ഇപ്പോൾ കടയിൽ നമ്മൾ വിൽക്കുമ്പോൾ ബ്രെഡും ബട്ടറും അപ്ലൈ ചെയ്തല്ല നമ്മൾ വിൽക്കണത്. ബ്രെഡ് ഒരു പാക്കറ്റിലുണ്ടാവും, ബട്ടർ വേറൊരു പാക്കറ്റിലുണ്ടാവും. സോ അങ്ങനെ മനസ്സിലായില്ല. അപ്പോൾ അങ്ങനെ സെപ്പറേറ്റ് എൻറ്റിറ്റീസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യണതെങ്കിൽ അതിന് നമ്മൾ പ്ലൂറലായിട്ട് കൺസിഡർ ചെയ്യും. മറിച്ച് സിംഗിൾ യൂണിറ്റ് ആയിട്ടാണ് നമ്മൾ ആ ഒരു സെൻറ്റൻസിൽ കൺസിഡർ ചെയ്യണതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അതിനെ നമ്മൾ സിംഗുലർ ആയിട്ട് കൺസിഡർ ചെയ്യും. മനസ്സിലായല്ലോ? യെസ്. ഇനി രണ്ടാമത്തെ റൂള്, ആർട്ടിക്കിൾ ഏതൊക്കെയാണ്? ഓക്കെ, അത് എഴുതിയിട്ട് പറയാം. പ്ലസ് സബ്ജക്റ്റ് 1 ആൻഡ് ആർട്ടിക്കിൾ പ്ലസ് സബ്ജക്റ്റ് 2. ഇവിടെയും പ്ലസ് ആണ്. യെസ്. ഇങ്ങനാണെങ്കിൽ ആർട്ടിക്കിൾ പ്ലസ് സബ്ജക്റ്റ് 1, പിന്നെ ആൻഡ് ഉണ്ട്, ആർട്ടിക്കിൾ പ്ലസ് സബ്ജക്റ്റ് 2. ഇങ്ങനെയാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളതെങ്കിൽ നമ്മുടെ സബ്ജക്റ്റ് പ്ലൂറലാണ്. സബ്ജക്റ്റ് പ്ലൂറൽ ആയതുകൊണ്ട് തന്നെ വെർബ് എന്തായിരിക്കും? പ്ലൂറലായിരിക്കും. വെർബ് പ്ലൂറൽ ആയതുകൊണ്ട് തന്നെ നമ്മുടെ പ്രൊനൗൺ എന്തായിരിക്കും? നമ്മുടെ പ്രൊനൗണും പ്ലൂറലായിരിക്കും. മനസ്സിലായോ? ആർട്ടിക്കിൾസ് ഏതൊക്കെയാണ്?
ഇംഗ്ലീഷ് ലാംഗ്വേജിൽ 3 ആർട്ടിക്കിൾസ് ആണ്. ദ ഉണ്ട്, എ ഉണ്ട്, ആൻ ഉണ്ട്. അപ്പോൾ ആർട്ടിക്കിൾസും നമ്മുടെ ഒരു പാർട്ട് ഓഫ് സ്പീച്ചാണ്. നമ്മൾ ഇതുവരെ അത് ഡിസ്കസ് ചെയ്തിട്ടില്ല. ആർട്ടിക്കിൾസ് ദ എവിടെയാണ് യൂസ് ചെയ്യേണ്ടത്, എ എവിടെയാണ് യൂസ് ചെയ്യേണ്ടത്, ആൻ എവിടെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ആർട്ടിക്കിൾസിൻ്റെ ചാപ്റ്റർ വരുമ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് തന്നിട്ടുള്ള സെൻറ്റൻസിൽ 2 സബ്ജക്റ്റ് ഉണ്ട്. 2 സബ്ജക്റ്റിൻ്റെ മുമ്പും 2 ആർട്ടിക്കിൾസ് ഉണ്ട്. ആ 2 ആർട്ടിക്കിളും സെയിം ആർട്ടിക്കിൾ ആവാം, അല്ലെങ്കിൽ 2 ആർട്ടിക്കിളും ഡിഫറെൻ്റ് ആർട്ടിക്കിൾസ് ആവാം, കുഴപ്പമില്ല. 2 സ്ഥലത്തും ദ ആവാം, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് എയും ഒരു സ്ഥലത്ത് ആനും ആവാം, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് എയും അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് ദവും ആവാം. എങ്ങനെ ആയാലും കുഴപ്പമില്ല. 2 സബ്ജക്റ്റിൻ്റെ കൂടെ 2 ആർട്ടിക്കിളും ഉണ്ടെങ്കിൽ നമ്മുടെ സബ്ജക്റ്റ് പ്ലൂറലാണ്, നമ്മുടെ വെർബും പ്ലൂറലാണ്, നമ്മുടെ പ്രൊനൗണും പ്ലൂറലാണ്. മനസ്സിലായല്ലോ? ഒരു എക്സാമ്പിൾ നോക്കാം. ആൻ ആപ്പിൾ ആൻഡ് എ മാംഗോ. an apple and a mango a day an apple and a mango a day give you energy. So an apple and a mango a day give you energy. അപ്പോൾ ഇവിടെ നമ്മൾ പറയുമ്പോൾ എന്താണുള്ളത്? ആൻ ആപ്പിൾ എന്നുള്ളത് നമ്മുടെ സബ്ജക്റ്റ് 1 ആണ്. മാംഗോ എന്നുള്ളത് എന്താണ്? അത് നമ്മുടെ സബ്ജക്റ്റ് 2 ആണ്. 2 പേരുടെ കൂടെയും എന്തുണ്ട്? ആർട്ടിക്കിൾ ഉണ്ട്. സോ ഇതിൻ്റെ വെർബ് എന്താണ്? വെർബ് എന്ന് പറയുന്നത് ഗിവ് ആണ്. സോ നമുക്കറിയാം നമ്മൾ അതായത് 2 സബ്ജക്റ്റിൻ്റെ കൂടെയും 2 ആർട്ടിക്കിൾസ് ഉണ്ടാവുമ്പം നമ്മൾ അതിനെ 2 സബ്ജക്റ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. സോ അതുകൊണ്ട് അത് എന്താണ്? പ്ലൂറലാണ്. നമ്മുടെ ഇവിടെ ടോട്ടൽ സബ്ജക്റ്റ് എന്തായി? പ്ലൂറലായി. മോർ ദാൻ 1 നൗൺ വന്നു കഴിയുമ്പോൾ എന്തായി? അത് പ്ലൂറലായി. സോ നമ്മുടെ സബ്ജക്റ്റ് പ്ലൂറൽ ആകുമ്പോൾ നമ്മുടെ വെർബ് എന്താണ്? നമ്മുടെ വെർബും പ്ലൂറലാണ്. സോ വെർബ് പ്ലൂറലായി കഴിഞ്ഞാൽ നമുക്ക് അവിടെ പ്രൊനൗണിൻ്റെ ആവശ്യം, നമുക്ക് അവിടെ പ്രൊനൗൺ വരുന്നില്ല. സോ പ്രൊനൗൺ ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ എന്ത് ചെയ്യണം? പ്രൊനൗൺ ഉണ്ടെങ്കിൽ അതും എന്തായിരിക്കണം? പ്ലൂറലായിരിക്കണം. നമ്മൾ വേറൊരു എക്സാമ്പിൾ പറയാം. ദി കളക്ടർ ആൻഡ് ദി ചീഫ് മിനിസ്റ്റർ are planning to, chief minister വേണ്ട, the collector and the MLA എന്നിരുന്നോട്ടെ, and the MLA are planning to visit their town. ഓക്കെ. അപ്പോൾ ഇവിടെ എന്താണ്? ദി കളക്ടർ അല്ലേ? ഇവിടെ കളക്ടർ എന്നുള്ളത് എന്താ? അതൊരു സബ്ജക്റ്റാണ്. അതേപോലെ ദി MLA എന്നുള്ളത് എന്താണ്? MLA എന്നുള്ളത് അത് വേറൊരു സബ്ജക്റ്റാണ്. കളക്ടർ എന്നുള്ളതൊരു സബ്ജക്റ്റാണ്, MLA എന്നുള്ളത് വേറൊരു സബ്ജക്റ്റാണ്. 2 പേരുടെയും മുമ്പിൽ നമുക്ക് 2 ആർട്ടിക്കിൾസ് ഉണ്ട്. ഞാൻ പറഞ്ഞു ആർട്ടിക്കിൾസ് സെയിം ആവാം, അല്ലെങ്കിൽ ആർട്ടിക്കിൾസ് ഡിഫറെൻ്റ് ആവാം. അത് നമ്മളെ ബാധിക്കണ കാര്യമല്ല. 2 സബ്ജക്റ്റ് ഉണ്ട്, 2 പേരുടെയും മുമ്പിൽ ഏതോ 2 ആർട്ടിക്കിൾസ് ഉണ്ട്. ഇവിടെ 2 സ്ഥലത്തും ദ ആണ്, 2 സ്ഥലത്തും ഒന്നായി വെച്ച് കുഴപ്പമൊന്നുമില്ല. സോ നമ്മുടെ സബ്ജക്റ്റ് ഹോൾ എന്തായി? പ്ലൂറലായി. സോ ദ കളക്ടർ ആൻഡ് ദ MLA അല്ലേ? ദ കളക്ടർ ആൻഡ് ദ MLA ഹോളായിട്ട് എന്തായി? അത് പ്ലൂറലായി. സോ സബ്ജക്റ്റ് പ്ലൂറലായാൽ നമ്മുടെ വെർബ് പ്ലൂറലായി, ആറ് എന്താണ്? പ്ലൂറലാണ്. സോ ദ കളക്ടർ ആൻഡ് ദ MLA ഈസ് പ്ലാനിങ് അല്ല, ആർ പ്ലാനിങ്. ടു വിസിറ്റ് ഹിസ് അല്ല, ദെയർ ആണ്. ടു വിസിറ്റ് ദെയർ ടൗൺ. മനസ്സിലായല്ലോ? ഇവിടെ നമ്മൾ സിംഗുലർ ആയിട്ട് നമ്മൾ ഹിസ് കൊടുത്തു കഴിഞ്ഞാൽ അത് റോങ് ആണ്. അവിടെ വരേണ്ടത് എന്താണ്? ദെയർ ആണ്. ഇവിടെ നമ്മൾ ഹിസ് കൊടുത്തു കഴിഞ്ഞാൽ അത് റോങ് ആണ്. അവിടെ വരേണ്ടത് എന്താണ്? പ്ലൂറലാണ്. മനസ്സിലായല്ലോ? വേറൊരു എക്സാമ്പിൾ എഴുതാം. The teacher and the principal
is asked to submit his reports before the chairman. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കോളൂ. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സെൻറ്റൻസ് തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എക്സാമിനേഷനിൽ അവർ തരുമ്പം ഇങ്ങനെയാണ് തരിക. The teacher and the principal is asked to submit his reports before the chairman. എന്താണ് ഈ സെൻറ്റൻസിൻ്റെ മീനിങ്? ടീച്ചറിനെയും പ്രിൻസിപ്പളിനോടും, ടീച്ചറിൻ്റെ അടുത്തും ചോദിച്ചിട്ടുണ്ട്, പ്രിൻസിപ്പളുടെ അടുത്തും ചോദിച്ചിട്ടുണ്ട്. എന്താണ് ചോദിച്ചിട്ടുള്ളത്? അവരുടെ റിപ്പോർട്ട്സ് ചെയർമാൻ്റെ മുമ്പിൽ സബ്മിറ്റ് ചെയ്യുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ സബ്ജക്റ്റ് വെർബ് അഗ്രിമെൻറ്റിൻ്റെ റൂൾസ് അപ്പം തന്നെ നമ്മുടെ മനസ്സിൽ വരണം. ഓക്കെ, 2 സബ്ജക്റ്റ് ഉണ്ട്, ടീച്ചറും പ്രിൻസിപ്പളും. 2 പേരുടെ മുമ്പിലും ആർട്ടിക്കിൾസ് ഉണ്ട്. സോ നമ്മുടെ സബ്ജക്റ്റ് എന്തായി? പ്ലൂറലായി. സബ്ജക്റ്റ് പ്ലൂറലായാൽ നമുക്ക് പറയാം, കണ്ണു അടച്ച് പറയാം, നമ്മുടെ വെർബ് പ്ലൂറലായിരിക്കണം. ഇവിടെ വെർബ് എന്താണ്? ഇസാണ്. ഇസല്ല വരണ്ടേ, ആറാണ് വരണ്ടേ. ആർ ആസ്ക്ഡ് ടു സബ്മിറ്റ്. നമുക്കറിയാം വെർബ് പ്ലൂറലായി കഴിഞ്ഞാൽ പിന്നെ പ്രൊനൗൺ പ്ലൂറൽ ആയിരിക്കും. സോ ഇവിടെ ഹിസ് അല്ല, their reports before the chairman. മനസ്സിലായല്ലോ? ക്ലിയർ ആയല്ലോ? യെസ്. സോ ഇതാണ് നമ്മുടെ റൂൾ നമ്പർ 2. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് റൂൾ നമ്പർ 3യിലേക്ക് വരാം. സോ റൂൾ നമ്പർ 3 എന്താണ്? റൂൾ നമ്പർ 3, ആർട്ടിക്കിൾ സബ്ജക്റ്റ് 1, ആർട്ടിക്കിൾസ് പ്ലസ് സബ്ജക്റ്റ് 1 പ്ലസ് ആൻഡ് പ്ലസ് സബ്ജക്റ്റ് 2. ഓക്കെ, നമ്മൾ തൊട്ട് മുമ്പ് ഡിസ്കസ് ചെയ്ത റൂൾ എന്തായിരുന്നു? 2 സബ്ജക്റ്റ് ഉണ്ട്, 2 സബ്ജക്റ്റിന് മുമ്പും 2 ആർട്ടിക്കിൾ ഉണ്ട്. അത് രണ്ടും സെയിം ആയാലും കുഴപ്പമില്ല, ഡിഫറെൻ്റ് ആയാലും കുഴപ്പമില്ല. മൂന്നാമത്തെ റൂൾ എന്താണ്? ഹിയർ വി ഹാവ് 2 സബ്ജക്ട്സ്. 2 സബ്ജക്റ്റ് ഉണ്ട്, 2 പേര് കണക്ട് ചെയ്യുന്ന ആൻഡ് ഉണ്ട്. പക്ഷേ ആർട്ടിക്കിൾ ഒരാളുടെ കൂടെ, ആദ്യത്തെ ആളുടെ കൂടെ മാത്രമാണ് ആർട്ടിക്കിൾ എങ്കിൽ പിന്നെ എന്താണ്? നമ്മുടെ സബ്ജക്റ്റ് എന്തായി? സബ്ജക്റ്റ് സിംഗുലർ ആണ്. ഈ ഒരു കോണ്ടെക്സ്റ്റിൽ നമ്മുടെ സബ്ജക്റ്റ് സിംഗുലർ ആണ്. സബ്ജക്റ്റ് സിംഗുലർ ആയ എന്തായി? നമ്മുടെ വെർബ് സിംഗുലർ ആയി. വെർബ് സിംഗുലർ ആയാൽ എന്തായി? നമ്മുടെ പ്രോനൗണും സിംഗുലർ ആയി. മനസ്സിലായല്ലോ? എക്സാമ്പിൾ നോക്കിക്കോളൂ. ദ ടീച്ചർ ആൻഡ് പ്രിൻസിപ്പൽ, അല്ലേ? നമ്മൾ തൊട്ട് മുമ്പ് ഡിസ്കസ് ചെയ്ത എക്സാമ്പിൾ തന്നെ നോക്കാം. ആൻഡ് പ്രിൻസിപ്പൽ ഈസ് ആസ്ക്ഡ് ടു submit his reports before the chairman. മനസ്സിലായല്ലോ? the teacher and the principal is asked to submit his reports before the chairman. എന്താണ് ഇവിടെ? ടീച്ചറും പ്രിൻസിപ്പളും. നേരത്തെ 2 ആർട്ടിക്കിൾ വന്നപ്പം നമ്മൾ അതിനെ 2 in number ആയിട്ടാണ് കൺസിഡർ ചെയ്തത്. നേരത്തെ നമുക്ക് 2 സബ്ജക്റ്റും അതിന് മുമ്പ് 2 ആർട്ടിക്കിളും, 2 സബ്ജക്റ്റും അതിന് മുമ്പ് നമുക്ക് 2 ആർട്ടിക്കിളും ഉണ്ടായിരുന്നപ്പോൾ നമ്മൾ അതിനെ എങ്ങനെയാണ് കൺസിഡർ ചെയ്തത്? 2 in number ആയിട്ടാണ് കൺസിഡർ ചെയ്തത്. സോ മോർ ദാൻ 1 വന്നു കഴിഞ്ഞാൽ അത് പ്ലൂറലാണ്. പക്ഷേ ഇവിടെ നമ്മൾ ഒരു ആർട്ടിക്കിളും 2 സബ്ജക്റ്റും ആണെങ്കിൽ നമ്മൾ അതിനെ സിംഗിൾ എൻറ്റിറ്റി ആയിട്ടാണ് അല്ലെങ്കിൽ സിംഗിൾ യൂണിറ്റ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്.
ഒരാളാണത്. ദ ടീച്ചർ ആൻഡ് പ്രിൻസിപ്പൽ എന്ന് പറയുമ്പം നമ്മൾ അതിനെ കൺസിഡർ ചെയ്യണത് ഒരു സിംഗിൾ എൻറ്റിറ്റി ആയിട്ടാണ്, അല്ലെങ്കിൽ ഒരു സിംഗിൾ യൂണിറ്റ് ആയിട്ടാണ്. നമ്മൾ ബ്രെഡ് ആൻഡ് ബട്ടറിൻ്റെ കാര്യം പറഞ്ഞു. നമ്മൾ ഒന്നിച്ചാണ് അതിനെ കൺസിഡർ ചെയ്യണതെങ്കിൽ അത് എന്തായി? അത് സിംഗുലറായി. അതേപോലെയാണ് ഒരു ആർട്ടിക്കിളും 2 സബ്ജക്റ്റും ആണെങ്കിൽ നമ്മൾ അതിനെ എങ്ങനെ കൺസിഡർ ചെയ്യും? സിംഗിൾ യൂണിറ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും. സോ അത് സിംഗിൾ യൂണിറ്റ് ആണെങ്കിൽ സബ്ജക്റ്റ് എന്തായി? സിംഗുലർ ആയി. സോ ഒബ്വിയസ്ലി സബ്ജക്റ്റ് സിംഗുലർ ആവുമ്പോൾ വെർബ് സിംഗുലർ ആണ്. വെർബ് സിംഗുലർ ആയാൽ നമ്മുടെ പ്രൊനൗൺ എന്തായിരിക്കും? പ്രൊനൗണും സിംഗുലർ ആയിരിക്കും. സോ ഇവിടെ എന്താണ്? ദ ടീച്ചർ ആൻഡ് പ്രിൻസിപ്പൽ ഈസ് ആസ്ക്ഡ് ടു സബ്മിറ്റ് ഹിസ് റിപ്പോർട്ട്സ്. ഹിസ് കറക്റ്റ് ആണ്. അപ്പോൾ നമ്മളിവിടെ ഹിസ് അല്ല ഹെർ യൂസ് ചെയ്യാൻ പാടില്ലേ എന്ന് ചോദിച്ചാൽ നമുക്ക് ജെൻഡർ ഡിറ്റർമിൻ ചെയ്യാൻ പറ്റണില്ലെങ്കിൽ, നമുക്ക് ജെൻഡർ ഡിറ്റർമിൻ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻസിൽ നമ്മൾ ജനറലൈസ് ചെയ്ത് നമ്മൾ മെയിൽ പ്രൊനൗൺസ് ആണ് യൂസ് ചെയ്യുന്നത്. മനസ്സിലായോ? ഇവിടെ ഇപ്പോൾ ചിലർ വിചാരിക്കും ഇവിടെ എന്താണ് ഹിസ്, ഹെർ ആവാൻ പാടില്ലേ എന്ന്. യെസ്, ഹെർ ആയി എന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല, കാരണം പെണ്ണാവാം അല്ലേ, ടീച്ചറും പ്രിൻസിപ്പളും ലേഡി ആവാമല്ലോ, പോസിബിലിറ്റീസ് ഉണ്ട്. പക്ഷേ നമുക്ക് ജെൻഡർ ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻസിൽ ജനറലൈസ് ചെയ്ത് നമ്മൾ യൂസ് ചെയ്യണത് ഹിസ് ആണ്. യെസ്, ഓക്കെ. അപ്പം നമുക്കിനി നമുക്ക് നോക്കാം. വേറൊരു എക്സാമ്പിൾ ഞാൻ എഴുതാം. The guitarist and singer are invited to the stage for their performance. സോ ഇങ്ങനെ നിങ്ങൾക്കൊരു സെൻറ്റൻസ് തരും. സോ ഇങ്ങനെ നിങ്ങൾക്ക് സെൻറ്റൻസ് തന്നു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ വരണം സബ്ജക്റ്റ് വെർബ് അഗ്രിമെൻറ്റിൻ്റെ 19 റൂൾസ് നമ്മുടെ മനസ്സിൽ വരണം. അതിങ്ങനെ ഓരോന്ന് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ സ്ക്രോളായി പോണ സമയത്ത് യെസ് ഏത് റൂളുമായിട്ടാണ് ഈ ഒരു സെൻറ്റൻസിന് കണക്ഷൻ ഉള്ളതെന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ സെൻറ്റൻസ് നോക്കിക്കഴിഞ്ഞപ്പം ആൻഡ് ഉണ്ട്, 2 സബ്ജക്റ്റ് ഉണ്ട്, ദ ഉണ്ട് അല്ലേ, ഒരു ആർട്ടിക്കിൾ ഉണ്ട്, ആൻഡ് ഉണ്ട്, 2 സബ്ജക്റ്റ് ഉണ്ട്, പിന്നെ ഒന്നിൻ്റെ മുമ്പിൽ നമുക്ക് ആദ്യത്തെ സബ്ജക്റ്റിൻ്റെ മുമ്പിൽ നമുക്ക് ആർട്ടിക്കിൾ ഉണ്ട്. സോ മനസ്സിലാക്കുക ഇതെന്താണ്? ദ ഗിറ്റാറിസ്റ്റ് ആൻഡ് സിംഗർ. ഇതിനെ നമ്മൾ എങ്ങനെ കൺസിഡർ ചെയ്യും? സിംഗിൾ എൻറ്റിറ്റി ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും. സോ ഇതെന്തായി? നമ്മുടെ ഹോൾ സബ്ജക്റ്റ് എന്തായി? ഹോൾ സബ്ജക്റ്റ് നമുക്കിവിടെ സിംഗുലറായി. ഇഫ് ദ ഹോൾ സബ്ജക്റ്റ് ഈസ് സിംഗുലർ ദെൻ ഇറ്റ് ഈസ് ഒബ്വിയസ് ദാറ്റ് ദ വെർബ് ഷുഡ് ബി സിംഗുലർ. വെർബ് എന്താവണം? സിംഗുലർ ആവണം. അപ്പോൾ ഇവിടെ ആറല്ല, ഇസാണ്. ഈസ് ഇൻവൈറ്റഡ് ടു ദ സ്റ്റേജ് ഫോർ ദർ. സിൻസ് ദ വെർബ് ഈസ് സിംഗുലർ, വെർബ് സിംഗുലർ ആയതുകൊണ്ട് എന്താവണം? വെർബ് സിംഗുലർ ആണെങ്കിൽ പ്രൊനൗൺ ഷുഡ് ഓൾസോ ബി സിംഗുലർ. സോ ഇവിടെ ദർ അല്ല, ഹിസ് ആണ്. മനസ്സിലായോ? യെസ്, ഓക്കെ. അപ്പോൾ അതാണ് നമ്മുടെ റൂൾ നമ്പർ 3. ഓക്കെ, അപ്പോൾ ഇത്രയും നേരം നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന കൺജങ്ഷൻ എന്തായിരുന്നു? ആൻഡ് ആയിരുന്നു. ഇനി നമ്മുടെ കൺജങ്ഷൻ ഓർ ആണെങ്കിലോ? സബ്ജക്റ്റ് 1 പ്ലസ് ഓർ പ്ലസ് സബ്ജക്റ്റ് 2 അല്ലേ? സബ്ജക്റ്റ് 1 പ്ലസ് ഓർ പ്ലസ് സബ്ജക്റ്റ് 2 നമ്മുടെ എന്താ പറയുക, നമ്മുടെ കൺജങ്ഷൻ ഇവിടെ ഓർ ആണ്. സോ ഓർ എന്ന് പറയുന്ന കൺജക്ഷൻ നമ്മൾ ഏത് സിറ്റുവേഷനിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഓർ എന്ന് പറയുന്ന കൺജക്ഷൻ നമ്മൾ യൂസ് ചെയ്യണത് ഏതെങ്കിലും ഒരെണ്ണം അല്ലേ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുമ്പോൾ കിഷോർ ഓർ കുനാൽ വിൽ കം ടു ദ പാർട്ടി. ഒന്നെങ്കിൽ കിഷോർ വരും അല്ലെങ്കിൽ കുനാൽ വരും. കിഷോർ ആൻഡ് കുനാൽ വിൽ കം ടു ദ പാർട്ടി എന്ന് പറഞ്ഞാൽ കിഷോറും വരും കുനാലും വരും. കിഷോർ ഓർ കുനാൽ എന്ന് പറയുമ്പോൾ എന്താണ്? ഒന്നെങ്കിൽ കിഷോർ ആയിരിക്കും തന്നെ, അല്ലെങ്കിൽ കുനാൽ ആയിരിക്കും. അപ്പോൾ അങ്ങനെ 2 ഓബ്ജക്ട്സ് ഉണ്ട്, അതിലേതെങ്കിലും ഒന്ന് എന്ന് പറയുന്ന സിറ്റുവേഷൻസിലാണ് നമ്മൾ ഓർ യൂസ് ചെയ്യണത്. സോ 2 ഇല്ല, ആകെ ഒന്നേ ഉള്ളൂ. അപ്പോൾ ഒന്നല്ലേ ഉള്ളൂ, 1 ഇൻ നമ്പറാണ്. സോ അതുകൊണ്ട് നമ്മുടെ ഹോൾ സബ്ജക്റ്റ് എന്താണ്?
നമ്മുടെ ഹോൾ സബ്ജക്റ്റ് നമുക്ക് സിംഗുലറാണ്. നമ്മുടെ ഹോൾ സബ്ജക്റ്റ് നമുക്ക് സിംഗുലറാണ്. സോ സിൻസ് ദി സബ്ജക്റ്റ് ഈസ് സിംഗുലർ, നമ്മുടെ വെർബ് എന്താണ്? വെർബും സിംഗുലറാണ്. വെർബ് സിംഗുലർ ആകുമ്പോൾ നമ്മുടെ പ്രൊനൗൺ എന്തായി? പ്രൊനൗണും നമുക്ക് സിംഗുലറായി. മനസ്സിലായല്ലോ? യെസ്. സബ്ജക്റ്റ് നമുക്ക് 2 സബ്ജക്ട്സ് ഉണ്ട്. അതിനെ കണക്ട് ചെയ്യുന്ന വേർഡ് ഓർ ആണെങ്കിൽ നമ്മുടെ ഹോൾ സബ്ജക്റ്റ് എന്താണ്? സിംഗുലറാണ്. ഹോൾ സബ്ജക്റ്റ് സിംഗുലർ ആയതുകൊണ്ട് നമ്മുടെ വെർബും സിംഗുലറാണ്. വെർബ് സിംഗുലർ ആയതുകൊണ്ട് നമ്മുടെ പ്രൊനൗണും സിംഗുലറാണ്. മനസ്സിലായല്ലോ? യെസ്. നമുക്ക് എക്സാമ്പിൾ നോക്കാം. കിഷോർ or Kunal comes to see his grandmother. ഓക്കെ, നോക്കിക്കോളൂ. കിഷോർ എന്താണ്? സബ്ജക്റ്റ് 1 ആണ്. കുനാലും സബ്ജക്റ്റ് 1 ആണ്. സബ്ജക്റ്റ് 2 ആണ്. രണ്ടുപേരെയും കണക്ട് ചെയ്യുന്നത് ഏത് കൺജങ്ഷനാണ്? ഓർ ആണ്. സോ ഈ സബ്ജക്റ്റ് ആസ് എ ഹോൾ എന്താണ്? സബ്ജക്റ്റ് ആസ് എ ഹോൾ സിംഗുലറാണ്. സബ്ജക്റ്റ് സിംഗുലർ ആയതുകൊണ്ട് നമ്മുടെ കമ്മാണ് നമ്മുടെ വെർബ്, അതും എന്താവണം? സിംഗുലർ ആവണം. ഹിസ് ആണ് നമ്മുടെ പ്രൊനൗൺ, അതും എന്താവണം? അതും നമുക്ക് സിംഗുലർ ആവണം. വേറൊരു എക്സാമ്പിൾ നോക്കാം. ഇങ്ങനെ പറയാം. തേജസ് or Shreyas are asked to meet the principal to explain their idea. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ ഞാൻ പറഞ്ഞു നമ്മുടെ മനസ്സിൽ വരേണ്ടത് നമ്മുടെ സബ്ജക്റ്റ് വെർബ് അഗ്രിമെൻറ്റിൻ്റെ 19 റൂൾസാണ്. അപ്പം ഞാനിങ്ങനെ ഓരോന്നിങ്ങനെ ഓടിച്ച് നോക്കിയപ്പോൾ മനസ്സിലായി ഏതാണ് എൻ്റെ റൂള്. 2 സബ്ജക്റ്റ് ഉണ്ട്, അതിനെ കണക്ട് ചെയ്യുന്ന ആൾ ആരാണ്? ഓറാണ്. സോ ഈ സബ്ജക്റ്റ് ആസ് എ ഹോൾ എന്താണ്? സബ്ജക്റ്റ് ആസ് എ ഹോൾ എനിക്ക് സിംഗുലറാണ്. സോ സിംഗുലർ ആയിക്കഴിഞ്ഞാൽ, സബ്ജക്റ്റ് സിംഗുലർ ആയാൽ നമ്മുടെ വെർബ് എന്താവണം? സിംഗുലർ ആവണം. ഒബ്വിയസ് ആയ കാര്യമാണ്. ആറാണ് നമ്മുടെ വെർബ്, പക്ഷേ അവിടെ ആറല്ല വരേണ്ട. കാരണം നമുക്കറിയാം 6 പ്ലൂരലാണ്. ഇസ് എന്താണ്? ഇസ്സാണ് സിംഗുലർ. മനസ്സിലായല്ലോ? യെസ്. ഇതൊക്കെ നമ്മൾ നമ്മുടെ വെർബിൻ്റെ ഫസ്റ്റ് പാർട്ട് ഡിസ്കസ് ചെയ്തപ്പം എന്താണ്, ഇസ് എന്താണ്, ആം എന്താണ് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ആരുടെ കൂടെ എന്ത് വരും എന്നുള്ള കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അതെല്ലാം നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. യെസ്, അതും ഇമ്പോർട്ടൻ്റ് കാര്യം. നമുക്ക് ആ ഒരു സെക്ഷനിൽ നിന്ന് നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് ആ സെക്ഷനിൽ നിന്ന് ഉണ്ടാവില്ല, പക്ഷെ അവിടെ പഠിച്ച കാര്യങ്ങളാണ് നമ്മുടെ വെർബിൻ്റെ ബേസിക്സ്. സോ അത് നമുക്ക് അറിയാമെങ്കിൽ മാത്രമേ ഫർദർ വെർബിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ഈസി ആയിട്ട് പഠിച്ചു പോകാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്കറിയാം 6 പ്ലൂറലാണ്. ഇസ് ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഇനി ഈസ് ആസ്ക്ഡ് ടു മീറ്റ് ദ പ്രിൻസിപ്പിൾ ടു എക്സ്പ്ലെയിൻ. നമുക്കിവിടെ വെർബും നമുക്ക് സിംഗുലറായി. വെർബ് സിംഗുലർ ആയാൽ നമ്മുടെ പ്രൊനൗണും സിംഗുലർ ആവണം. സോ ദെയർ അല്ല, ഹിസ്സാണ്. മനസ്സിലായല്ലോ? ഇത് മനസ്സിലായല്ലോ? അപ്പോൾ 2 സബ്ജക്റ്റ് ഉണ്ട്, അതിനിടയ്ക്കുള്ള കൺജക്ഷൻ ഓർ ആണെങ്കിൽ സബ്ജക്റ്റ് ആസ് എ ഹോൾ സിംഗുലർ ആണ്, വെർബ് സിംഗുലർ ആണ്, അതേപോലെ നമ്മുടെ പ്രൊനൗണും സിംഗുലർ ആണ്. സോ ദിസ് ഈസ് അവർ റൂൾ നമ്പർ 4. അപ്പോൾ നമ്മൾ 4 റൂൾസ് ഡിസ്കസ് ചെയ്തു അല്ലേ? യെസ്. ഈ റൂൾസ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞ് വേണം നമുക്കതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാൻ. മോർ ദാൻ 100 ക്വസ്റ്റ്യൻസ് ഞാൻ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഈ ഒരു ടോപ്പിക്ക് ഡിസ്കസ് ചെയ്തതിന് ശേഷം ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് നമ്മൾ ഈ റൂൾസ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളത് അല്ലേ? യെസ്, കുറേ റൂൾസ് നമ്മൾ പഠിച്ചത് കൊണ്ട് മാത്രം കാര്യമില്ല. നമ്മൾ ഒരുപാട് എത്ര ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമോ അത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക്
എന്താ പറയുക, പെട്ടെന്ന് ഐഡിയാസ് കിട്ടുള്ളൂ. സോ നമുക്ക് നെക്സ്റ്റ് റൂൾ നോക്കാം. റൂൾ നമ്പർ 5.